2014 ജനുവരി 9 കറാച്ചിയിലെ തിരക്കേറിയ റോഡിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു. ആളുകൾ അവരുടെ തിരക്കുകളിലാണ്. അപ്പോഴാണ് ഒരു കാർ പതുക്കെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്നൊരു നിശബ്ദത, പിന്നെ ഭയങ്കരമായ ഒരു സ്ഫോടനം. ആ ശബ്ദം കേട്ടപ്പോൾ നഗരം തന്നെ ഒന്ന് വിറച്ചു. കാരണം ആ കാറിലുണ്ടായിരുന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല. 30 വർഷത്തോളം ഗ്യാങ്സ്റ്ററുകളെയും ഭീകരരെയും ഭയമില്ലാതെ നേരിട്ട ചൗധരി അസ്ലം ഖാൻ ആയിരുന്നു അത്. കറാച്ചിയിലെ ഭീകരരുടെ പേടി സ്വപ്നമായിരുന്ന ആ പോലീസ് ഓഫീസർ. പാകിസ്ഥാൻ താലിബാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. 1-2 തവണയല്ല, 9 തവണ. ഓരോ തവണയും മരണത്തെ തോൽപ്പിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷെ 10ാം തവണ അദ്ദേഹം മടങ്ങി വന്നില്ല. Aslam was killed when the car he was travelling in was ripped apart by an explosion in the port city of Karachi. It was the 9th attempt on his life. From what we can see, it looks like the attack came from the left side. It was most probably a suicide attack, and the vehicle was hit very close on the driver's side. A Taliban statement said the group took revenge for the killing of more than 30 fighters, and Aslam had been on their list for a long time. അന്ന് മരിച്ചത് ഒരു ഓഫീസർ മാത്രമല്ല, പാകിസ്ഥാനിലെ കറാച്ചി എന്ന നഗരത്തിന്റെ ധൈര്യം കൂടിയായിരുന്നു. ഇതാണ് ചൗധരി അസ്ലമിന്റെ കഥ. चौधरी असलम कोई छोटी मोटी शख्सियत का इंसान नहीं था हमारे. His point was कि टेररिस्ट को गैंगस्टर के साथ एक ही जस्टिस होता है, खत्म कर दो. आपने कहा था कि मैं 24 घंटे के अंदर इन हमला करने वालों की नस्लों को तबाह कर दूंगा. उसके बाद जिन्होंने सीबीओ पे ब्लास्ट हुए उनको पकड़ लिया, जो अब्दुल्ला शाह गाजी पे ब्लास्ट हुए वो पकड़ लिया. 1963 പാകിസ്ഥാനിലെ മാൻഷേര ജില്ലയിൽ ഒരു അഡ്വക്കേറ്റിന്റെ മകനായിട്ടാണ് മുഹമ്മദ് അസ്ലം ഖാൻ ജനിക്കുന്നത്. അവിടെ ഒരു സാധാരണ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അവിടെ തന്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം അച്ഛനോടൊപ്പം കറാച്ചിയിലേക്ക് താമസം മാറി. 1980-കളിൽ കറാച്ചി ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന നഗരമായിരുന്നു. ഗ്യാങ്സ്റ്ററുകളുടെ വാഴ്ച, ആയുധക്കടത്ത്, വംശീയ ഗോത്ര സംഘർഷങ്ങൾ, അങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ ഒരു നഗരങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ സമയത്താണ്, അതായത് 1984-ലാണ് ചൗധരി അസ്ലം എന്ന ചെറുപ്പക്കാരൻ ആ നഗരത്തിലെ ASC ആയി ചാർജ് എടുക്കുന്നത്. ലിയാരി, കലാക്കോട്ട്, ഗുൽബഹാർ, സാധാരണ പോലീസുകാർ പോകാൻ പോലും പേടിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇവയൊക്കെ. അവിടെയാണ് അസ്ലാം ജോലി ചെയ്തിരുന്നത്. 1990-കളിൽ കറാച്ചിയിൽ നടന്ന ഓപ്പറേഷൻ ക്ലീനപ്പിന്റെ ഭാഗമായിട്ട് 100 കണക്കിന് ഓപ്പറേഷനുകളിൽ അയാൾ പങ്കെടുക്കുന്നു. ഗ്യാങ്സ്റ്ററുകൾ, ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ ഓടി ഒളിക്കുമായിരുന്നു. 1999-ൽ ഒരു ഹൈ പ്രൊഫൈൽ ഹിറ്റ്മാനെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. അതിനുശേഷം 2005-ൽ അദ്ദേഹം ലിയാരി ടാസ്ക് ഫോഴ്സിന്റെ തലവനായിട്ട് ചുമതലയേറ്റു. ആ സമയത്ത് ലിയാരി ഭരിച്ചിരുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയ ഗ്യാങ്സ്റ്ററുകളായിരുന്ന റഹ്മാൻ ദക്കീത്തും അർഷദ് പപ്പുവുമായിരുന്നു. അവരുടെ പേരുകൾ കേട്ടാൽ തന്നെ കറാച്ചി വിറയ്ക്കുമായിരുന്നു. പക്ഷെ അസ്ലം ചൗധരി ഒരു കാര്യം ഉറപ്പിച്ചു: റഹ്മാൻ ദക്കീത്തിനെ പോലുള്ള ഗ്യാങ്സ്റ്ററുകൾ വാഴുന്ന കറാച്ചി താൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നത്. ആ തീരുമാനം മുതലാണ് അസ്ലമിന് ശത്രുക്കളുടെ എണ്ണം കൂടി തുടങ്ങിയത്. ചൗധരി അസ്ലമിനെ ആരാധിക്കുന്നവർ ഉള്ളതുപോലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. കാരണം നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന വലിയൊരു ആരോപണം അദ്ദേഹത്തിന് മേലുണ്ടായിരുന്നു. പല ഏറ്റുമുട്ടലുകളും വ്യാജമാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും വാദിച്ചു. ഇങ്ങനെ ആ കാലത്ത് അയാളുടെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സികളും ഉയർന്നിരുന്നു. 2006-ൽ ലിയാരി ടാസ്ക് ഫോഴ്സിന്റെ തലവനായിരിക്കെ മുസ്താഖ് ബ്രോഹി എന്ന ഗ്യാങ്സ്റ്ററിനെ കൊലപ്പെടുത്തിയ കേസിൽ അദ്ദേഹം അറസ്റ്റിലായി. 16 മാസത്തോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് സിന്ധ് ഹൈക്കോടതി അസ്ലാമിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും വിവാദങ്ങൾ അദ്ദേഹത്തെ വിട്ടുമാറിയില്ല. 2009-ൽ SP ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരിക്കെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ റഹ്മാൻ ദക്കീത്തിനെ വെടിവെച്ച് കൊന്നു. ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് അന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. പിന്നീട് 2012-ൽ ലിയാരിയിലെ കുറ്റവാളികളെ അടിച്ചമർത്താൻ നടത്തിയ ലിയാരി ഗ്രാൻഡ് ഓപ്പറേഷൻ അദ്ദേഹത്തിന് വലിയ പ്രസക്തി നേടിക്കൊടുത്തു. ഇതേ സമയത്ത് തന്നെ കറാച്ചിയിലെ ഡിഫൻസ് ഫേസ് 8-ലുള്ള അദ്ദേഹത്തിന്റെ വീടിന് നേരെ താലിബാന്റെ ചാവേർ ആക്രമണം ഉണ്ടായി. സ്ഫോടന വസ്തുക്കൾ നിറച്ച ട്രക്ക് വീടിന്റെ ഗേറ്റിന് മുന്നിൽ പൊട്ടിത്തെറിച്ച് 8 പേർ കൊല്ലപ്പെട്ടു. ആ ഒരു അപകടത്തിൽ വീടിന്റെ പാതിയോളം നശിച്ചുവെങ്കിലും അസ്ലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തന്റെ ആളുകളെ പിടിക്കുന്നതിനും വധിക്കുന്നതിനും എതിരെയുള്ള പ്രതികാരമായിട്ടാണ് ഈ ആക്രമണമെന്ന് താലിബാൻ പാകിസ്ഥാൻ അറിയിച്ചു. പക്ഷെ ആ അപകടം അദ്ദേഹത്തെ തെല്ലുപോലും ഭയപ്പെടുത്തിയില്ല. പകരം അദ്ദേഹത്തെ കൂടുതൽ അപകടകാരിയാക്കുകയായിരുന്നു. അതിനുശേഷമുള്ള വർഷങ്ങളിൽ അസ്ലം ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷൻ അദ്ദേഹം കൂടുതൽ ശക്തമാക്കി. തുടർന്ന് നിരവധി ഗ്യാങ്സ്റ്ററുകളെയും തീവ്രവാദികളെ അദ്ദേഹം പിടികൂടി എൻകൗണ്ടർ ചെയ്യുകയായിരുന്നു. ഓരോ എൻകൗണ്ടർ കഴിയുമ്പോഴും അസ്ലാമിന്റെ ശത്രുക്കൾ കൂടി വന്നു. പ്രത്യേകിച്ച് TTP പോലുള്ള പ്രധാന തീവ്രവാദ സംഘടനകൾക്ക് അദ്ദേഹം ഒരു പ്രധാന ലക്ഷ്യമായി മാറി. അദ്ദേഹം അവരെ വേട്ടയാടുകയായിരുന്നു. അതേസമയം അവരും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 2014 ജനുവരി 9 കറാച്ചിയിലെ ലിയാരി എക്സ്പ്രസ് വേയിലൂടെ ചൗധരി അസ്ലം സഞ്ചരിക്കുകയായിരുന്നു. യസാനഗരി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ സ്ഫോടന വസ്തുക്കൾ നിറച്ചൊരു കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറി. ചാവേർ ആക്രമണമായിരുന്നു അത്. 9 തവണ മരണത്തെ തോൽപ്പിച്ച അസ്ലമിന് ഇത്തവണ രക്ഷപ്പെടാനായില്ല. അദ്ദേഹത്തിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഈ കൊലപാതകത്തിന് പിന്നിൽ സിനിമയെ വെല്ലുന്ന പോലെ ഒരു കഥയുണ്ടായിരുന്നു. അസ്ലമിന്റെ റൂട്ടും യാത്രാ വിവരങ്ങളും തീവ്രവാദികൾക്ക് ചോർത്തി നൽകിയത് അദ്ദേഹത്തിന് തന്നെ ബോഡി ഗാർഡും ഡ്രൈവറുമായിരുന്നുവെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിരുന്ന അസ്ലമിനെ വധിച്ചതിനുള്ള ഉത്തരവാദിത്തം താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുത്തു.
ചൗധരി അസ്ലമിനോടുള്ള ആദര സൂചകമായി 2014 പാകിസ്ഥാൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി നൽകി ആദരിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തിൽ നിന്ന് ഇത്ര വലിയൊരു ബഹുമതി ലഭിക്കുന്നത് അത്യപൂർവമായിരുന്നു. പിന്നീട് ഈ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. 2017 പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത കുൽഭൂഷൺ ജാദവ് എന്ന ഇന്ത്യൻ പൗരനെ ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ ഇന്ത്യ തള്ളിക്കളയുകയും പാകിസ്ഥാൻ പുറത്തുവിട്ട വീഡിയോകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ചൗധരി അസ്ലം എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞത് ദുരന്തർ സിനിമയിലെ സഞ്ജയ് ദത്തിന്റെ കഥാപാത്രത്തിലൂടെയാണ്. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായി ജീവിതം തുടങ്ങിയ അസ്ലം ഖാൻ ഭയമില്ലാത്ത പോരാട്ടങ്ങളിലൂടെയാണ് ഒരു നഗരത്തിന്റെ തന്നെ പ്രതീകമായി മടങ്ങിയത്. അദ്ദേഹത്തിന്റെ മരണം കറാച്ചിയിലെ ക്രമസമാധാന ചരിത്രത്തിന്റെ ഒരു വലിയ അധ്യായത്തിന് അന്ത്യം കുറിച്ചു. ഇതാണ് SP ചൗധരി അസ്ലമിന്റെ കഥ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.